കേട്ടാ കേട്ടാ ഡോറ് പകുതി തന്നെ തുറന്നു കിടക്കട്ട്, പെട്ടെന്ന് അകത്തേറേണ്ടി വന്നല്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും സമൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സുമതി വളവിലോട്ട് പോവുകയാണ്. സുമതി വളവ് എത്താറായി. ലൈറ്റ് അണഞ്ഞു, ബാക്കിലത്തെ ലൈറ്റ് അണഞ്ഞ്. നമ്മളിപ്പോൾ നിന്നില്ലേ ലൈറ്റ് തിരിച്ചടിച്ചു നോക്കൂ, ആ ബാക്കിലത്തെ ലൈറ്റ് അണഞ്ഞു. നമ്മളൊരു അമ്പലത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. സുമതി വളവ് ഇവിടുന്ന് തൊട്ടടുത്താണ്. ഇവിടുന്ന് ഒരു 2 വളവ് പോയി കഴിഞ്ഞാൽ സുമതി വളവ് എത്തും. ഈ ലൈറ്റ് കിടപ്പുണ്ട്, കണ്ടില്ലേ? ഈ പോസ്റ്റ് ലൈറ്റ് 4 ലൈറ്റ് തിരിച്ച് കാണിച്ചു കൊടുത്താണ്. എന്തൊക്കെയോ ഉണ്ട് കേട്ടാ. ഇത് ഒരു അമ്പലത്തിൻ്റെ ഇതാണ് കേട്ടോ, തിരിവെക്കുന്ന ഇതാണ്. ആ ലൈറ്റ് എങ്ങനെ പോയത് കറക്റ്റായിട്ട്? കാരണം ഈ റോയിലുള്ള ഒരു ലൈറ്റും പോയില്ല. അങ്ങോട്ട് നോക്കി കാണിച്ചു കൊടുത്താണ്, കണ്ടാ? ഇപ്പം ഞാൻ അപ്പോൾ ലൈറ്റ് തിരിച്ചു കത്തി. തിരിച്ചു നോക്ക് അങ്ങോട്ട് കാണിച്ചാണ്. ആ ലൈറ്റ് കത്തി തിരിച്ച് ആ പോസ്റ്റിൽ ലൈറ്റ് കാണിച്ചാണോ? ഒന്ന് കാണിച്ചാണോ? കണ്ടാ? ഇപ്പം അണഞ്ഞിരുന്ന ലൈറ്റ് ഇപ്പം കത്തി. ഗായ്സ്, ഒരു മനുഷ്യനുമില്ല ഈ പണിക്ക് ഇറങ്ങണ്ടായിരുന്നു കേട്ടാ. സത്യം പറഞ്ഞ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പോകുന്നത് സുമതി വളവിലോട്ടാണ്. അപ്പോൾ സുമതി വളവ് ഇവിടെ നിന്ന് കുറച്ച് ദൂരമാണുള്ളത്. ഗൈസ്, ഈ വഴിയിലൊന്നും നമുക്കൊരു വേറെ ഒരു പരിപാടിയില്ല. ഇതൊക്കെ ഒരു പ്ലാന്റേഷൻസ് ആണ്, ഗവൺമെൻറ് ഭൂമികളാണ് ഇതൊക്കെ. ഇവിടെ ഒന്നും വേറെ ഒരു സാധനങ്ങളും ഇല്ല, മനുഷ്യ താമസമൊന്നുമില്ല, വീടൊന്നുമില്ല. ഇതിൻ്റെ അകത്തോട്ടൊക്കെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്, അല്ലാതെ ഈ വഴിയൊന്നും അധികം സഞ്ചാരമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് സുമതി വളവാണ്. സുമതി വളവിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനു മുന്നേ ഇവിടെ ലൈറ്റൊന്നും ഇല്ലായിരുന്നു, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, പിച്ച് ബ്ലാക്ക് ആയിരുന്നു. ഈ സമയത്ത് ഇത് ഇവിടെ കൂടെ പോകുമ്പോൾ ചെറിയൊരു പേടി. ഇങ്ങനെ ഓരോരോ അമ്പലം ഇതുപോലെ എത്തുമ്പോൾ, ഇത് അമ്പലമാണോ? ഇതും അമ്പലമാണ്. ഇതൊരു കാവാണ്. അപ്പോൾ ഈ സുമതിയുടെ കഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1953 നടന്നൊരു സംഭവമാണ്. നമ്മുടെ സുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ജോലി ചെയ്തിരുന്ന വീട്ടിലെ മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളി ഇവർ ഗർഭിണിയായി. അതായത് ഈ സ്ത്രീ അയാളെ ഗർഭിണിയായിട്ട് അയാൾ ഇത് അറിയാതിരിക്കാൻ വേണ്ടി ഇവരെ എങ്ങനെ കൊന്ന് ഈ സുമതി വളവിൽ അവിടെ കൊണ്ടുവന്നിട്ടു. മനസ്സിലായോ? പുള്ളിയും പുള്ളിയുടെ ഒരു കൂട്ടുകാരനും കൂടെ അംബാസഡർ കാറിൽ രാത്രി ഇതുപോലെ കൊണ്ടുവന്ന് ഈ കാട്ടിലിട്ടു. പിന്നെ ഈ കാട്ടിൽ പിന്നെ ഈ വേട്ടയ്ക്കൊക്കെ വന്നില്ലേ, അതായത് ഈ കാട്ടിൽ വേട്ടയൊക്കെ പതിവായിരുന്നു. പന്നി പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പന്നിയൊക്കെ പിടിക്കാൻ വന്ന ആൾക്കാരാണ് ഇത് കണ്ടത്, ഈ പുള്ളിക്കാരുത്. അങ്ങനെ പാലോട് പോലീസ് കേസൊക്കെ എടുത്ത് അവസാനം പ്രതി ജയിൽ മോചിതനായി പുള്ളി സ്വാഭാവികമായിട്ട് മരിച്ചു. ഇപ്പോൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുമതിയുടെ പ്രേതം ഈ ഒരു വളവിലും ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ആൾക്കാരെ എല്ലാം, ഇതുവഴി പോകുന്ന ആൾക്കാരെ എല്ലാം വണ്ടി തടഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. വേറെ പട്ടിയുടെ രൂപത്തിലൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുമല്ല, നമ്മുടെ വണ്ടിയൊക്കെ ആ ഒരു സുമതി വളവ് എത്തുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വണ്ടി എൻജിനൊക്കെ ഓഫായി പോകും. തനിയെ വണ്ടി ഓഫായി അങ്ങനെ അവിടെ നിൽക്കും. പിന്നെ നിങ്ങളിപ്പോൾ കാണാമല്ലോ, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങ് പെട്ടുപോകും, ആരും ഹെൽപ്പ് ചെയ്യാനും കാണത്തില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പോകുന്ന തൊട്ട് ഞാൻ പറഞ്ഞു അമ്മൂത സുമതി വളവ് എത്തി കേട്ടാ. സുമതി വളവ് ഞാൻ ലൈറ്റ് ഇട്ടേനെ. പോസ്റ്റൊക്കെ ഇട്ട് ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വഴി കിടപ്പുണ്ട്, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ വഴിയല്ല, ഇത് സുമതി വളവ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയതിന് തൊട്ട് മുമ്പുള്ള ബോർഡാണ് കേട്ടോ. ഇറങ്ങണ്ട കേട്ടോ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഈ ഒരു എസ് വളവാണ് സുമതി വളവ്. അപ്പോൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് ഞാൻ അത്ര എൻകറേജ് ചെയ്യാനില്ല. ഇവിടെ എത്തിയപ്പോൾ ലൈറ്റ് ഒന്നുമില്ല കേട്ടാ. ഇവിടെ എന്താ, ഫോറസ്റ്റിന്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. ഫോറസ്റ്റിന്റെ മറ്റേ പ്ലാന്റേഷൻ ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലൊരു പ്ലാന്റേഷൻ കാണാൻ പോയില്ലേ, ആ പ്ലാന്റേഷൻ പോലെ പ്ലാന്റേഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ച് കേട്ടോ, സുമതി വളവ് എന്നുള്ള ബോർഡ്. ലൈറ്റ് ക്യാമറയുടെ ലൈറ്റ് ആണ് കേട്ടോ ഓൺ ആയിരിക്കുന്നത്.
വേറെ ഒരു ലൈറ്റ് ഇവിടെ ഇല്ല. അതെന്താ ഇവിടെ ഇവർക്ക് ലൈറ്റ് വെച്ചാൽ എന്താണല്ലേ? ഈ വളവാണ്. അതും ക്യാമറ ലൈറ്റ്. ഇതൊക്കെ ക്യാമറ ലൈറ്റ് ആണ് കേട്ടോ. എനിക്കൊന്ന് ഒരുപാട് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോപ്പർ സുമതി വളവ് കേട്ടോ, ഈ എസ് വളവ്. ഞാൻ സത്യത്തിൽ അമ്മുവും കൂടെ ഉള്ളതുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത്. കാരണം വേറൊന്നുമല്ല, ഈ പ്രേതം മാത്രമല്ല ഇവിടുത്തെ ശല്യം, ഇവിടെ പല ശല്യങ്ങളും ഇവിടെ ഉണ്ടെന്നാണ്. അതിനുള്ള തെളിവാണ് ഈ ക്യാമറകൾ ഇപ്പം 24 മണിക്കൂർ ഓണായിരിക്കുന്നത്. കാരണം പ്രേതം മാത്രമല്ല, ആന്റി സോഷ്യൽ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇതിന് തൊട്ട് മുമ്പ് അവിടെ ഇറങ്ങിയല്ലേ നിന്നത്. അവിടെയും ലൈറ്റ് ഇല്ല, ഒരു ഒറ്റപ്പെട്ട സ്ഥലം, കാവ്, ഇത് കാണുമ്പോൾ പേടിയാവില്ലേ? ഞാൻ ധൈര്യശാലി എന്നൊന്നും അല്ല പറയണം, പ്രേതം വന്നു കഴിഞ്ഞാൽ ഞാൻ പേടിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഹിൻറ്റാകുമ്പോ അതെന്തൊരു ലൈറ്റ്, അതെന്ത് ഈ വളവില് ലൈറ്റ് ഇല്ലാത്ത എന്ത് പേര്? ഇതും ക്യാമറ ലൈറ്റ് ആണ്. ക്യാമറ, ഓ ഇത് മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാനാണ് കേട്ടോ ഈ ക്യാമറ. അല്ലാത്ത സമയത്ത് ഇത് ഓഫായിരിക്കും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സുമതി ഗർഭിണിയായിരുന്നപ്പോഴാണ് മരണപ്പെട്ടത്. നമുക്ക് പണ്ടൊരു ഇതുപോലൊരു ഗർഭിണി മരണപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആകാശഗംഗ സിനിമ. ആകാശഗംഗ സിനിമ നമ്മളെല്ലാം പേടിച്ച് വിറച്ച സാധനം. ഞാൻ ഇത്തവണ എൻ്റെ എൻ്റെ ചേച്ചിയുടെ മക്കൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ പാട്ട് ഇട്ടുകൊടുത്തു. അതായത് പാട്ടല്ല, ഇതിട്ട് കൊടുത്തു. നമ്മൾ മൈലമൂട് ബ്രിഡ്ജ്, മൈലാമൂട് ഇവിടെയാണ്. ഈ മൈലാമൂട് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അതെ അതെ, ഇവിടെ സുമതി മരിച്ചതല്ല, കൊണ്ടിട്ടതാണ് അവിടെ, മനസ്സിലായി? ബോഡി ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ബോഡി കൊണ്ട് ഇട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പം ആ ഉത്സവ ടൈമിലാണ് ഈ പുള്ളി ഇങ്ങനെ പരിപാടി ചെയ്തത്. പക്ഷേ പുള്ളിയെ പോലീസ് പിടിച്ചു, ജയിലിലായി, അതിനുശേഷം ശിക്ഷയൊക്കെ അനുഭവിച്ചതിന് ശേഷം പുള്ളി വെളിയിലോട്ട് വന്നു. അപ്പോൾ സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഒളിച്ചിരുന്ന് ആക്രമിക്കുകയും പൈസ മോടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അതെ അതെ, പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ പോലെ അല്ല. ഇപ്പം നല്ല റോഡുമാണ്, ഇപ്പം റോഡ് കണ്ടില്ല, നല്ല അടിപൊളി റോഡുമാണ്, സ്മൂത്ത് റോഡുമാണ്. അതുപോലെ ഈ വളവ് ഒരു ചെറിയ തേരിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കയറ്റം, പണ്ടത്തെ വണ്ടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചൊന്ന് കയറി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ തേരി കയറുമ്പോഴത്തേക്കും ഒരു കുറച്ച് സ്ലോ ആയാവും. അപ്പോൾ ഈ തേരികളിലൊക്കെയാണ് ഈ കള്ളന്മാർ സാധാരണമായിട്ട് മോഷണത്തിനൊക്കെ വരുന്നത്. ഇതൊരു അടിപൊളി സീൻ അമ്പലമാണ് കേട്ടോ. ഇവിടെ ഞാൻ അമ്പലം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കുഴപ്പമില്ല, ഇവിടെ ഇത്ര ലൈറ്റ് ഇല്ലേ? ഞാനില്ലേ? അടിപൊളി ഒരു അമ്പലമുണ്ട് കേട്ടോ, കോട്ടയ്ക്കപ്പക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. എന്തിനാ ഇത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി? ചെറിയ കൊച്ചയ്ക്ക് എന്തോ വീടാണ് കേട്ടോ. പിന്നെ ഇവിടെ മൃഗങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. ഈ മരമൊക്കെ കണ്ടോ, വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ തന്നെ. ഇവിടെ കാട്ടുപോത്തും അങ്ങനത്തെ കുറേ സാധനങ്ങൾ, കാട്ടുപോത്തും പിന്നെ പന്നി. പന്നിതെല്ലാം ഭയങ്കരമാണ് ഈ ഏരിയയിൽ. ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ഭാഗത്തോട്ടൊക്കെ വരെ ഫുള്ള് പന്നി ശല്യമുണ്ട്. അതിൻ്റെ ഒന്നും ഫ്രണ്ടിൽ പോയി പെടരുത്, അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അങ്ങനെ നമ്മൾ പാതിരാത്രി സുമതി വളവൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വിചാരിക്കാതെ ലൈറ്റ് അണഞ്ഞ് കത്തിയില്ലേ കുറച്ചായിട്ട്. 12 മണിക്ക് ആര് ലൈറ്റ് അണയ്ക്കാൻ ഇടാനും. അപ്പൊ അതിങ്ങനെ പെട്ടെന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അണഞ്ഞ് കത്തിയപ്പോഴത്തേക്കും നല്ല പേടിച്ചു കേട്ടാ, നല്ല രീതിയിൽ പേടിച്ച്. എനിക്കെന്ത് ഫീലായെന്ന് അറിയാമോ? എനിക്ക് പെട്ടെന്ന് ഫീലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സാധനം നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ പോലെ എനിക്ക് തോന്നി. എനിക്ക് എന്തുകൊണ്ടെന്ന് തോന്നി, എന്തോ സാധനം നമ്മളെ പേടിപ്പിക്കും പോലെ. കാരണം ആദ്യമൊക്കെ ഞാൻ കുറേ പിടിച്ച് നിന്നേ. അതായത് ആദ്യമൊക്കെ കുറേ നോക്കിയപ്പോഴത്തേക്കും മറ്റേ ഈ എന്തോ സാധനം ഈ മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കായൊക്കെ വന്ന് വീഴുമല്ലോ, അതുപോലെ ഇങ്ങനെ വീഴുന്നു, ഇലയുടെ അനക്കം, എന്തോ ഫുഡ് സ്റ്റെപ്സ് പോലത്തെ ശബ്ദങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ കേട്ടപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇത് സംസാരിച്ചിട്ട് പെട്ടെന്നാണ് ആ ലൈറ്റ് അങ്ങ് അണഞ്ഞത് കേട്ടോ. ഇത് എന്നിട്ട് വീഡിയോയിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ലൈറ്റ് അണഞ്ഞെന്ന് ഞാൻ എടുത്ത് പറയണം. അപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം ഇരുട്ടായി, എൻ്റെ ബാക്കിൽ ലൈറ്റ് വന്നു. എന്നിട്ട് തിരിച്ചതുപോലെ ഞാനിത് കഴിഞ്ഞത് ഡോറ് തുറന്നപ്പോഴത്തേക്കും ആ ലൈറ്റ് തിരിച്ചു വന്നു. അതാണ് ഞാനതാണ് ഞെട്ടിയത്. അത് മാത്രമല്ല ഈ സമയത്ത് അവര് ചെയ്യാൻ, നമുക്ക് നേരത്തെ ആണെങ്കിൽ വിചാരിക്കാം ശരി ഓക്കെ അവിടെ റെസിഡൻസിൽ ആരെങ്കിലോ എന്തെങ്കിലും പറയാം. പക്ഷേ ഇത് അത് അവിടെ ഒരു വീട് പോലും ഇല്ല ആ ഭാഗത്ത്.
അതാണ്. പിന്നെ എനിക്ക് അവിടെ ഒരു ഇത്, പിന്നെ അതുപോലെ തന്നെ ഞാനത് അമ്മനെ കൂടുതൽ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയാത്തത്. അതായത് ആ വിളക്ക് വെച്ചിരുന്നില്ലേ അവിടെ ഭയങ്കര തിരി, ഇപ്പം നമ്മൾ തിരി കത്തിച്ച് വെക്കുന്നതും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും രണ്ട് മണമാണല്ലേ. അതായത് തിരി ആദ്യം കത്തിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടുമല്ലോ, പുക ഇങ്ങനെ വരികയും നമ്മുടെ വീട്ടിലൊക്കെ തിരി കത്തിക്കുമ്പോൾ അറിയാമല്ലോ. അവിടെയാണെങ്കിൽ തിരി കത്തിച്ച് വെച്ച പോലത്തെ മണമായിരുന്നു. എന്നാണ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയുടെ, എനിക്കറിഞ്ഞൂടാ, എനിക്കതെങ്ങനെ മണവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ എന്തെന്ന് പറയാൻ വീഡിയോ ഇതല്ലേ. അപ്പൊ ഗൈസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്. അതാണ് നമ്മളൊരു ആവേശത്തിന് ഇറങ്ങി വന്നേന് ഗൈസ്. അപ്പോൾ ഇത് നല്ല എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ. നിങ്ങളും വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി സേഫ് ആണ്, ക്യാമറാസ് ഒക്കെ ഉണ്ട്, നല്ല റോഡാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോ അല്ലേ. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അൽസമിൽ ഫൈ സൈനിങ് ഓഫ്. ബൈ ബൈ.